മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. നമുക്കുണ്ടല്ലോ ഈ വാതസംബന്ധമായിട്ടുള്ള വേദനകളും നടുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. പെട്ടെന്ന് നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് മാറി കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമുക്ക് ഈ അമ്മമാർക്കൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാതമൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഈ ഉപ്പൂറ്റി വേദനയും അതുപോലെ തന്നെ നടുവേദനയും അങ്ങനെയുള്ള നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകൾക്കും നല്ലൊരു ഔഷധ ചെടിയായിട്ട് കാണുന്ന കരിനെച്ചി. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല്ലിൽ വരുന്ന ഇൻഫെക്ഷൻ, പല്ല് മോണ പഴുപ്പ്, പല്ല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളയാനായിട്ട് പറ്റുമേ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒന്ന് രണ്ട് ടിപ്പ് പറഞ്ഞുതരാവേ. അപ്പോൾ ഇത് കരിനെച്ചി എന്നൊക്കെ പറയുന്നൊരു ചെടി, ഔഷധ ചെടിയാണ് കേട്ടോ. നമ്മൾ ഈ വഴിയരികത്തും പറമ്പിലും അതുപോലെ നിങ്ങൾ നോക്കി കാണാം, ഈ റോഡിൻ്റെ പക്കത്തു കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു ചെടിയല്ല, ഇതൊരു മരമാണ്. അപ്പം ഇതിനൊരു ഇലയുടെ ബാക്ക് സൈഡിൽ ഒരു നീല കളറാണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നീല നൊച്ചി എന്ന് പറയും. ഇത് 3 രീതിയിലുള്ള നൊച്ചികളുണ്ട്. അപ്പം കരിനൊച്ചി, നീല നൊച്ചി, വെള്ള നൊച്ചി. അപ്പോൾ ഇത് നീല കളറിലുള്ളതാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ഗുണം ഒരുപോലെയാണ് കേട്ടോ. വാതസംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ വലിയാനായിട്ടും നീർക്കെട്ട് കുറയാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. മഴക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കുളിപ്പിക്കുക. നീർക്കെട്ടും മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഇട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് നിങ്ങൾ ആവി കൊള്ളുവാണെങ്കിലുണ്ടല്ലോ അടഞ്ഞ മൂക്ക് തുറക്കുകയും ചെയ്യും. ഈ സൈനസിലൊക്കെ വെറുതെ കെട്ടിക്കിടക്കുന്ന കഫമില്ല, നമുക്ക് തലയിലും നെറ്റിയുടെ ഒക്കെ ഭാഗത്തൊക്കെ ഇങ്ങനെ കഫങ്ങൾ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആവി കൊണ്ടിട്ടുണ്ടെങ്കിലും വളരെ നല്ലതാണ്. അപ്പം ഒരു ചെറിയൊരു കമ്പ് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ കുട്ടികളുള്ള വീടുകളിൽ പ്രയോജനപ്പെടും. കുട്ടികളുള്ള വീടുകളിൽ മാത്രമല്ല, നമ്മൾ പ്രായമായ ആളുകളൊക്കെ ഉള്ള വീടുകളിൽ അമ്മമാർക്കൊക്കെ വാതസംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ശരീരത്തിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ മേല് കഴുകിയെടുക്കുകയാണെങ്കിൽ നീർക്കെട്ട് വലിയും. അതുപോലെ തന്നെ പല്ലുവേദനയ്ക്കൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ പല്ലുവേദനയ്ക്കാണ് നിങ്ങളിത് ഇങ്ങനെ എടുക്കണമെങ്കിൽ 2-3 ഗ്രാമ്പു എടുക്കുക. ഈ ഗ്രാമ്പു നമ്മൾ നന്നായിട്ടൊരു എന്തിലേക്കെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചതച്ച് പൊടിച്ചെടുക്കണേ. അപ്പോൾ പല്ലുവേദനയ്ക്കാണ് ഒരു 3 ഗ്രാമ്പു എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു കരിനെച്ചിയുടെ ഇല, ഒരു 3-4 കരിനെച്ചിയുടെ ഇല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. ഞെരടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് പല്ലുവേദനയ്ക്കാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് കിടന്ന് വെട്ടി തിളയ്ക്കണം. ഈ കരിനെച്ചിയുടെ ഈ ഇതൊക്കെ ഉണ്ട്, സത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഇളകുന്ന രീതിയിൽ ഇത് നന്നായിട്ട് കിടന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ആവി തട്ടിയാൽ മതി. നമുക്ക് മൂക്ക് അടഞ്ഞ മൂക്കും ഈ സൈനസൈറ്റിസിൻ്റേതായ തലവേദനയും ഒക്കെയുള്ള ആളുകൾക്ക് ഈ ആവി തട്ടിയിട്ടുണ്ടെങ്കിൽ മൂക്ക് അടഞ്ഞ മൂക്ക് തുറക്കുകയും ചെയ്യും. സൈനസിലൊക്കെ വരുന്ന കഫം ഇളകാനായിട്ട് നല്ലതാണ്. അപ്പം ഇതിങ്ങനെ ഈ ആവി തന്നെ കണ്ട് ഈ ആവി വരുമ്പം നിങ്ങൾ ഒന്നല്ലെങ്കിൽ മൂക്കടപ്പും അലർജി തുമ്മലൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കയ്യിൽ ഒരു പിഞ്ച് നുള്ള മഞ്ഞളുടെ പൗഡർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആവി കൊള്ളണമെങ്കിൽ നമുക്ക് തലയിൽ കെട്ടിടുന്ന കഫവും നീർക്കെട്ടും വലിയാനൊക്കെ ആയിട്ടും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഈ മഞ്ഞൾ മിക്സ് ചെയ്യാതെ ഈ പട്ടില്ല ഗ്രാമ്പും അതുപോലെ തന്നെ നമ്മൾ ഈ കരിനെച്ചിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് കുഞ്ഞ് ചൂടനെ തന്നെ എടുത്ത് ഒഴിച്ചിട്ട് കവിളിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണയിൽ വരുന്ന ഈ നീർക്കെട്ടുണ്ടല്ലോ, ഈ പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മോണയിൽ ചിലപ്പോൾ നമ്മൾ പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പല്ലെടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് നിങ്ങളിത് മോണയിലെ ആ നീർക്കെട്ടൊക്കെ വലിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പല്ലെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടില്ലേ? ഞങ്ങളോട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ അന്നേരം നമ്മൾ ഗുളികയല്ലേ കഴിക്കുന്നത് നീർക്കെട്ട് വലിയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പല്ലുവേദനയ്ക്കും മോണപഴുപ്പിനൊക്കെ വരുമ്പം നീർക്കെട്ട് വലിയാനായിട്ട് ഈ വെള്ളം ഒരൊറ്റ ദിവസം കവളിൽ കൊണ്ടാൽ മതി, നീർക്കെട്ട് വലിയും കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഈ നടുവേദനയും കാലിൽ ഉപ്പൂറ്റി വേദന അങ്ങനെയുള്ള വേദനകൾ വരില്ലേ, അന്നേരം ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടർക്കിയോ എടുത്തിട്ട് വെള്ളം ഇതുപോലെ കുഞ്ഞ് ചൂടിനോടെ തന്നെ നമുക്ക് എന്തോരം ചൂടിനെ മുക്കി ആവി കൊള്ളാമോ, ആവി കൊള്ളുന്ന ചൂട് പിടിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം എന്തോരം ചൂടിനെ നിങ്ങൾക്ക് ചൂട് പിടിക്കാവോ അത്രയും ചൂടിനെ നിങ്ങൾ ഇതുപോലെ കുഞ്ഞ് ടർക്കിയോ തോർത്തോ മുക്കിയിട്ട് നടുവേദനയ്ക്ക് ഉണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നീർക്കെട്ടിൻ്റേതായ വേദനകളൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വലിഞ്ഞു പോകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഈ അമ്മമാർക്കൊക്കെ മഴക്കാലമൊക്കെ വരുമ്പോൾ ഉപ്പൂറ്റി വേദന ഉണ്ടാവും. അപ്പം ആ ഉപ്പൂറ്റി വേദന വരുന്ന ടൈമിൽ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റി കുഞ്ഞ് ചൂടിനോടെ തന്നെ ഇറക്കി വെച്ചാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി വേദന കുറയും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ മസിൽ പെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് കാല് വെറുതെ മസിലിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കീപ്പോട്ടേക്ക് വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ധാര പോലെ ഇങ്ങനെ
ഒഴിച്ച് കൊടുത്താൽ മതി കുഞ്ഞു ചൂടനെ. ശരിക്കും മസിൽ പെയിനും മാറുകയും ചെയ്യും, നീർക്കെട്ടും വരും കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഈ ഒരു കാര്യം വെച്ച് നിൽക്കുന്ന കാണുവാണെങ്കിൽ ഒരു കുഞ്ഞു കൊമ്പ് കൂടി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വേദനകളൊക്കെ വരുമ്പം ഒരു നല്ല രീതിയിൽ ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അസുഖം കൊണ്ട് ഈ വാദസംബന്ധമായ രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കാണുവാണെങ്കിൽ കണ്ടോട്ടെ. അപ്പോൾ നല്ലൊരു കാണാവേ. ബൈ.